ADM നവീൻ ബാബുവിന്റെ മരണം നമുക്കറിയാം. വിളിക്കാതെ കയറി ചെന്ന അതിഥി MTയുടെ മഞ്ഞിൽ എഴുതിയിട്ടുണ്ട് രംഗബോധമില്ലാത്ത കോമാളിന്ന് മരണത്തെ സൂചിപ്പിച്ചത്. അതേപോലത്തെ ഒരു രംഗബോധമില്ലാത്ത എവിടെ എപ്പോൾ കയറി ചെല്ലുന്നു, ആരും വിളിക്കാത്ത ഒരു സ്റ്റേജിലോട്ട് കയറി ചെല്ലുന്നത് മാത്രമല്ല, ഒരു MTയെ പറഞ്ഞ എക്സാക്ട്ലി ആ സാധനം അതിനോട് യോജിക്കുന്ന പോലെ എനിക്ക് തോന്നി. കാരണം ഒരു മരണത്തിലിട്ടാണ് ആ സാധനം പിന്നീട് വഴിമാറിയത്. അപ്പം ഇത്തരത്തിൽ ഒരു അഴിമതി ആരോപണം ഒരു വ്യക്തിക്കെതിരെ ഉന്നയിക്കുന്നു. പിന്നീട് അദ്ദേഹം സമൂഹത്തിൽ അറിയപ്പെടുന്ന നേതാവ് എന്നല്ല, അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. കുടുംബത്തിൽ അത്രത്തോളം നല്ല പദവിയിലിരിക്കുന്ന ഒരാളാണ്. അപ്പം കളക്ടർ കഴിഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന ADM പോസ്റ്റിൽ ഇരിക്കുന്നത്. അപ്പം അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. ആത്മഹത്യയാണ് കൊലപാതകമാണോ എന്നുള്ളത് വലിയ ഒരു ചർച്ചാ വിഷയമാണ്. അപ്പം എന്തായാലും അത് കുടുംബം കേസ് കൊടുക്കുന്നു, CBIയിലോട്ട് വിടണം എന്ന് പറയുന്നു. അന്നത്തെ LDF സർക്കാർ അത് നിരസിച്ചു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കേസ് നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള തരത്തിൽ കോടതിയിൽ നിന്നും അനുകൂലമായ വിധികളെല്ലാം ഏറ്റെടുക്കുന്നു. പിന്നീട് ശേഷം UDF സർക്കാർ വന്നപ്പോൾ ആദ്യം കൊടുത്ത പരാതി തന്നെ ഒട്ടും നോക്കിയില്ല. അവർ 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് തന്നെ ആ സാധനം CBIയിലോട്ട് വിട്ടതായി ഗവൺമെന്റ് ഒഫീഷ്യലി അറിയിക്കുന്നു. അപ്പം എന്താണ് ഇനി വരാൻ പോകുന്നത്? ഇവിടെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ CBIനെ കാണിച്ച് പേടിപ്പിക്കേണ്ട, എല്ലാരെയും കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന പിണറായി സർക്കാർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്ത് ADMന്റെ മരണത്തിന്റെ അന്വേഷണം, അതിൽ ദുരൂഹത സ്വന്തം കുടുംബം തന്നെ ആരോപിച്ചിട്ടും അവർക്ക് സംശയമുണ്ട് എന്നൊരു കുടുംബം പറഞ്ഞിട്ട് പോലും ഇവരെല്ലാവരും, നവീൻ ബാബു ഉൾപ്പെടെ അവരുടെ ഭാര്യ മഞ്ജുഷ, അവരൊക്കെ പക്കാ കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ CPM അനുഭാവികളായിട്ട് നിൽക്കുന്നവരാണ്, CPM NGOകളിലുള്ള ആളുകളാണ്. അപ്പം അത്തരത്തിൽ CPM അനുഭാവികളായിട്ടുള്ള ഒരാൾ തന്നെ ഇത്തരത്തിൽ മരണപ്പെട്ടിട്ടും അയാളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് ഭാര്യ ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചിട്ടും ഈ അന്വേഷണം CBIക്ക് വിടേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് സർക്കാർ പോയത്. അതായത് ഇതിലൊന്നും അന്വേഷണം CBIയുടെ ആവശ്യമില്ല. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു പെണ്ണ് കള്ളക്കേസ് കൊടുത്തു കഴിഞ്ഞാൽ CBIനെ വിളിപ്പിക്കാം, അതും മണിക്കൂറുകൾക്കുള്ളിൽ. പരാതിക്കാരി ആ സമയത്തും പരാതിക്കാരി ആയിരുന്ന സരിതാ നായർ ആയ സമയത്ത് ലുക്കൗട്ട് നോട്ടീസ് ഇറക്കി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയായിരുന്നു ആ സമയത്ത്. എന്നിട്ട് പോലും അവർ നേരിട്ട് ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് അന്വേഷണത്തിന് ഇത് വാങ്ങിച്ച് 24 മണിക്കൂറിനുള്ളിൽ CBI അന്വേഷണം വന്നു. ആ സമയത്തും പോലീസിന് ഇവരെ എവിടെ വെച്ച് കണ്ടാലും അറസ്റ്റ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ അടുത്തെത്തി പരാതി കൊടുത്ത് 24 മണിക്കൂറിനുള്ളിൽ CBI അന്വേഷണം എന്ന് പറയുന്ന ഒരു ഉത്തരവ് വാങ്ങിയെടുത്തത്. പക്ഷെ അതിനൊക്കെ CBIയെ കൊണ്ടുവരാം. ഈ ഒരു വിഷയത്തിൽ CBIയുടെ ആവശ്യമില്ല. ഒരാൾ മരിച്ച കാര്യമല്ലേ, കുഴപ്പമില്ല. ആ ഒരു സെൻസിൽ വിട്ട് കളഞ്ഞ ടീംസാണ്. എന്തായാലും UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മഞ്ജുഷ എന്ന് പറയുന്ന നവീൻ ബാബുവിന്റെ പാതിയായിരുന്നവൾക്ക് കൊടുത്ത വാക്കിന്റെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവർ ആദ്യത്തെ ഒരു സ്റ്റേജിൽ തന്നെ ചെയ്തിരിക്കുന്നത്. CBI വരുന്നു എന്ന് പറയുന്നത്. CBI അന്വേഷണം നടക്കട്ടെ എന്ന് വെക്കുന്നതിന് പകരം ഇതിനെ ഇപ്പോഴും സഖാക്കൾ എതിർക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. മടിയിൽ കനവില്ലാത്തവർ എന്തിനാണ് ഇത്രയ്ക്ക് പേടിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന രീതിയിലേക്ക് ചർച്ചകൾ അല്ലെങ്കിൽ നമുക്ക് സംശയങ്ങൾ വരുന്നത് അതുകൊണ്ടാണ്. ഇവരുടെ ഈ പേടി കാണുമ്പോഴാണ് അങ്ങനെ തോന്നുന്നത്. ഇപ്പോൾ നവീൻ ബാബുവിന്റെ മരണം നമുക്കൊക്കെ അറിയാം, PP ദിവ്യയുടെ ഒരു ഇടപെടലും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ വന്നു. പക്ഷേ ഈ PP ദിവ്യ അകത്ത് പോയിട്ടും PP ദിവ്യ ഒളിച്ചിരുന്ന സ്ഥലം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ മുടക്കോഴി മലയിൽ TP ചന്ദ്രശേഖരന്റെ കൊലയാളികൾ ഒളിച്ചിരുന്ന സ്ഥലത്ത് ഒളിച്ചു എന്നുള്ളതാണ് അറിയാൻ പറ്റുന്നത്. അതിനുശേഷം ഇവർ ജയിലിൽ കിടന്നപ്പോഴും ജയിലിൽ നിന്ന് ഇറങ്ങിയ, അതായത് വീരകൃത്യം ചെയ്തിട്ട് പോയി വന്ന ആൾക്കാരല്ല, എന്നിട്ടും ഇതുപോലെ ഒരാളുടെ മരണത്തിനിടയാക്കി എന്ന് പ്രഥമ ദൃഷ്ട്യാ ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്ന, അതെ, അത്തരത്തിലൊരു ലേഡി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കാനും മുദ്രാവാക്യം വിളിക്കാനും അവിടെ എത്തിയത് ഈ പറയുന്ന ഗോവിന്ദന്റെ ഭാര്യ, സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന്റെ ഭാര്യ ശ്യാമള ഉൾപ്പെടെയുള്ളവരാ. PK ശ്രീമതി ഉൾപ്പെടെയുള്ളവർക്കും ആ സമയത്ത് PP ദിവ്യ വലിയ എന്തോ ഒരു അച്ചീവ്മെന്റ് നടത്തിയ രീതിയിലാണ് പ്രസംഗിച്ചതും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നീതി പോലും വേണ്ട എന്ന് വെച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആ സമയത്ത് നടന്നത്. എന്നാലും PP ദിവ്യയുടെ വിഷയത്തിൽ ഇപ്പോഴും CBI അന്വേഷണം വരുമ്പോഴും നമ്മൾ പറഞ്ഞതുപോലെ ചില കേസുകളിൽ, ഇപ്പോൾ കവിയൂർ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കവിയൂർ കേസിലും കിളിരൂർ കേസിലും ഒക്കെ പീഡനം നടന്നു എന്ന് തെളിഞ്ഞിട്ടും അതിലകത്ത് പോയത് ലതാ നായർ എന്ന് പറയുന്ന പിമ്പ് മാത്രമാണ്. കിളിരൂരിലെ വിക്ടിമിന് ഒരു മോള് വരെയുണ്ട്, ഒരു കുട്ടി പോലും ജനിച്ചു. അത്രയ്ക്ക് പീഡനം നടന്നിട്ടുണ്ട് പല ആളുകൾ, അത്തരം തെളിവുകളുമുണ്ട്. പക്ഷെ അകത്ത് പോയത് ലതാ നായരാണ്. ഈ ലതാ നായരായിരുന്നു ആ കുട്ടീനെ പീഡിപ്പിച്ചവന്മാരുണ്ടല്ലോ, അതൊന്നുമില്ല. ഓൺലി ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ, പ്രതി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇവിടെ നവീൻ ബാബു കേസിലും ആകെ ഒരു പ്രതി ഉണ്ടായിരുന്നുള്ളത് PP ദിവ്യയാണ്. പക്ഷെ ആ PP ദിവ്യനൊന്ന് തള്ളി പറയാൻ പോലും നേതൃത്വം ഇതുവരേക്കും തയ്യാറായിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, PP ദിവ്യ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ പല ഉന്നതന്മാരുടെയും ബിനാമി ആയിരുന്നു എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണത്. അതിൽ ആ ഉന്നതന്മാരെന്ന് പറയുമ്പോൾ P ശശി, അതായത് സൂപ്പർ മുഖ്യമന്ത്രിയായിട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ
മുഖ്യമന്ത്രി പിണറായി വിജയനിലും കൂടുതൽ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്ന, അടക്കി ഭരിച്ചിരുന്ന പി ശശി, പെണ്ണ് കേസിലായിരുന്നു അദ്ദേഹം ആദ്യം ഇതിൽ നിന്ന് പുറത്തു പോകുന്നത്. ആ പി ശശിയുടെ വരെ ഏറ്റവും അടുത്തയാളായിരുന്നു പി ദിവ്യ എന്നുള്ളത് കണ്ണൂരുകാർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. കണ്ണൂരുകാർക്ക് മാത്രമല്ല, അതിന്റെ കൂടുതൽ തെളിവുകൾ പുറത്ത് വന്നു കഴിഞ്ഞതുമാണ്. അപ്പോൾ അത്തരം ഒരുപാട് വിഷയങ്ങളിൽ ബിനാമിയായിട്ടുള്ള ഒരാളാണ് പി ദിവ്യ, അല്ലെങ്കിൽ ശശി ഉൾപ്പെടെയുള്ള പലരുമായിട്ടുള്ള ബന്ധം. മാത്രമല്ല ഗോവിന്ദന്റെ മകൻ, അതായത് ഈ പറയുന്ന MV ഗോവിന്ദന്റെ മകന്റെ പല ബിസിനസ് ഇടപാടുകളിലും ഈ പി ദിവ്യക്ക് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലും തെളിവുകൾ പുറത്ത് വന്നു കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പി ദിവ്യയെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് ഇവരുടെ പലരുടെയും ആവശ്യമാണ്. പി ശശി ആണെങ്കിലും ഗോവിന്ദന്റെ മകനാണെങ്കിലും പി ദിവ്യക്കെതിരെ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ വീഴാൻ പോകുന്ന വമ്പന്മാർ ഇവർ പലരും ആയിരിക്കും. അപ്പൊ അത്തരത്തിലേക്ക് അന്വേഷണം നീളും എന്നുള്ളത് കൊണ്ട് തന്നെ പി ദിവ്യനെ ഇത്തരത്തിൽ സപ്പോർട്ട് ചെയ്യാനും, ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജയ് വിളിക്കാനും, പോയിട്ട് കൂട്ടിക്കൊണ്ട് വരാനും, മാലയിട്ട് തിരിച്ച് പിടിച്ചുകൊണ്ട് വരാനും ഒക്കെ ഇവർക്ക് ചെന്നേ പറ്റുള്ളൂ. അപ്പൊ പി ദിവ്യ ഇപ്പോഴും സേഫായിട്ട് നിൽക്കുന്നത് അവർക്ക് പിന്നിൽ ഒരുപാട് പേരുണ്ട്. താൻ പിടിക്കപ്പെട്ടാൽ അവരും കൂടി അകത്ത് പോകും എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇതിൽ ആദ്യം അകത്ത് പോകാൻ പോകുന്നതും പി ശശി തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും വലിയ സംശയത്തിന്റെ ഇടയുണ്ടെന്ന് തോന്നുന്നില്ല. പി ശശി പി ദിവ്യ ബന്ധം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ മുൻ ചർച്ചകളിലൊക്കെ പുറത്ത് വന്നിട്ടുള്ളതാണ്. പി ദിവ്യ എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ഫാദറിന്റെ ഒരു പോസ്റ്റ് കണ്ടു. പി ദിവ്യ സംസാരിച്ചതിൽ എന്താണ് തെറ്റ്? അഴിമതിക്കെതിരെയല്ലേ അവർ സംസാരിച്ചത്? അത് ആ തെറ്റ് അയാൾ ചെയ്തത് കൊണ്ടല്ലേ, അയാളെ പറ്റിയിട്ട് എന്താണോ സമൂഹം അറിയരുത് എന്ന് അയാൾ കരുതിയിട്ടുണ്ടായിരുന്നത്, നവീൻ ബാബു എന്താണോ കരുതിയത് അത് അറിഞ്ഞതിന്റെ ചളിപ്പിലാണ് അയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് ഒരു ഫാദർ എഴുതിയിരിക്കുന്നത്. പക്ഷെ പി ദിവ്യ അഴിമതിക്കെതിരെ സംസാരിച്ചതാണ് എങ്കിൽ, പി ദിവ്യ അഴിമതിക്കെതിരെ അവിടെ പോയി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവര് സംസാരിച്ചത് പ്രശാന്ത് എന്ന് പറയുന്ന ആൾക്ക് ഒഫീഷ്യൽ പരിപാടിയാണ്. എനിക്ക് തോന്നുന്നുണ്ട് വേറെ ആരും വിളിച്ചിട്ടില്ല. ആ കളക്ടർമാർ അല്ലെങ്കിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ അവർ മാത്രം റിട്ടയർ ആവാൻ പോകണ അയാൾ. അവര് വിളിച്ച പരിപാടിയിലോട്ട് ഈ പറഞ്ഞ പോലെ എനിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു ആ സമയത്ത് പി ദിവ്യ. അങ്ങനെ കയറി ചെല്ലേണ്ട ആവശ്യമില്ല. കാരണം ഒഫീഷ്യൽ ഈ പറഞ്ഞ പോലെ അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തുള്ളവർ മാത്രം നടക്കുന്ന ഒരു പരിപാടിയിലോട്ട് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്ത് ഇല്ലാത്ത ഒരാൾ വലിഞ്ഞു കയറി ചെല്ലുന്നു വിളിക്കാത്തൊരു പരിപാടിയിലേക്ക്. എന്നിട്ട് അവിടെ ഇത്തരത്തിൽ പോയി പറയുന്നു. ഒന്നത് നിയമലംഘനാണ്. അവർ നടത്തുന്ന പരിപാടി. അവർ ഇപ്പം ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ, അതിൽ മൂത്തൊരാൾ റിട്ടയർ ആവാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ടും അവരെല്ലാവരും ഒരു പരിപാടി വെക്കും. അതിലോട്ട് ഞാൻ പോലീസുകാരനൊന്നുമല്ല, ഞാൻ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് അംഗമോ പഞ്ചായത്ത് പ്രശ്നം അവർ മാത്രം നടത്തുന്ന ഒഫീഷ്യൽ പരിപാടിയാണ്. അതിലൂടെ ഞാൻ വലിഞ്ഞു കയറി ചെല്ലുന്നു. എന്നിട്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അദ്ദേഹം റിട്ടയർ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ പറയുന്നു. അതിന്റെ പേരിൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ വലിഞ്ഞു കയറി ചെന്നതാണ്. ആരും വിളിച്ചിട്ട് പോലും ഇല്ല. അതെ, അത് വലിഞ്ഞു കയറി ചെന്നത് മാത്രമല്ല, അതിൽ കൃത്യമായിട്ടും ആ സമയത്ത് ആ പരിപാടി നടക്കുന്നുണ്ട്. മറ്റൊരു ദിവസമായിരുന്നു ആ പരിപാടി ആദ്യം നിശ്ചയിച്ചിരുന്നത്. ആ സമയം മാറ്റി പി ദിവ്യക്ക് കൂടി അനുകൂലമായിട്ടുള്ളൊരു സമയത്തിലേക്ക് ആ പരിപാടി മാറ്റി വെച്ചതും കൃത്യമായിട്ടും പി ദിവ്യക്ക് കോൾ ചെയ്ത് ഈ സമയത്ത് കയറി വരാൻ പറഞ്ഞതും അതിനകത്തുള്ള ഒരാളായിരുന്നു എന്നുള്ളതും കൃത്യമായിട്ടും അറിവുള്ള കാര്യമാണ്. ഒരു പ്രതിയിൽ ഒതുങ്ങില്ല. അതെ, ഒരു പ്രതിയിൽ ഒതുങ്ങില്ല. പക്ഷെ പി ദിവ്യ മാത്രം അകത്ത് പോകുന്നു. പി ദിവ്യയെ പുറത്ത് നിൽക്കുന്നവർ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു. പി ദിവ്യ മാത്രമായിട്ട് കുറ്റം ചെയ്ത ആളായിട്ട് അകത്ത് ഇരിക്കുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടും പി ദിവ്യക്ക് നഷ്ടങ്ങളൊന്നുമില്ല. അപ്പൊ അത്തരത്തിൽ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ പി ദിവ്യ സംസാരിച്ചത് അഴിമതിക്കെതിരെയാണെന്ന് പറയുന്നു. അതായത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആളുടെ പമ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുമതിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ നവീൻ ബാബു അത് കൊടുത്തില്ല എന്നുള്ളതാണ് ഇവരെ ഉന്നയിക്കുന്ന ഒരു ആരോപണം. പക്ഷെ നവീൻ ബാബു ചെയ്തതിൽ ഒരു തെറ്റുമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിവുള്ള കാര്യമാണ്. എന്ന് വെച്ചാൽ ഈ പമ്പ് തുടങ്ങാൻ പോയ ആള്, പ്രശാന്ത് എന്ന് പറയുന്ന ആള്, ഇത് ശരിക്കും നമ്മൾ അവിടെ കണ്ണൂർ പോയിട്ട് ആ സ്ഥലം കണ്ടിട്ടുള്ളതാണ്. ഒരു വളവിലാണ് ഈ പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. വളവുകളിൽ ഒരിക്കലും ആ ഒരു ഭൂപ്രകൃതി വെച്ചിട്ട് അവിടെ പമ്പ് തുടങ്ങാൻ അനുമതി കൊടുക്കാനേ പറ്റില്ലാത്തൊരു സ്ഥലമാണ്. അത് മാത്രമല്ല, പമ്പിന്റെ ആ ഒരു മാനുവലിൽ പറയുന്ന ഒരു കാര്യം ഇത്ര കിലോമീറ്റർ ദൂരം വേണം എന്നുണ്ട്. അതും ഇത്ര കിലോമീറ്ററിൽ ഇത്ര കച്ചവടം നടക്കുകയാണെങ്കിൽ മാത്രം, അതായത് ഇത്ര ഇന്ധനം വിറ്റ് പോവുകയാണെങ്കിൽ മാത്രമേ അടുത്തൊരു പമ്പിന്റെ അവിടെ ആവശ്യമുള്ളൂ. അത്തരം കുറേ ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ചട്ടങ്ങളിൽ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ കുറേ ഉണ്ട്. ഇതെല്ലാം ലംഘിച്ചുകൊണ്ടാണ് അവിടെ പമ്പിന് അനുമതി കിട്ടിയത് എന്നുള്ളത് ഫസ്റ്റ് തിങ്. അതിനുശേഷം കൊടുത്തിരിക്കുന്ന NOC കൊടുക്കാണ്ടിരുന്നത്, ആദ്യം വന്നിരിക്കുന്ന കടമ്പകളെല്ലാം തെറ്റായിരുന്നു എന്ന് ഉറപ്പുള്ളൊരു കാര്യത്തിൽ നവീൻ ബാബുവിന്റെ അടുത്ത് വന്നപ്പോൾ ആ വിഷയം ശരിയല്ല, അതിന് അനുമതി കൊടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കാൻ, നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റും പോലീസിന് ഇപ്പോൾ. പക്ഷെ അതിന് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കഷ്ടം. അപ്പൊ പ്രശാന്തിന് അനുമതി കിട്ടാത്തൊരു സ്ഥലത്ത് അനുമതി കൊടുത്തില്ല എന്നുള്ള കുറ്റത്തിന് അഴിമതിക്കാരനായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് പി ദിവ്യ ഇത്രയും ഒരു രോഷം കാണിക്കണം എന്നുണ്ടെങ്കിൽ അത് പി ദിവ്യക്ക് ആ പമ്പുമായിട്ടുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ പി ദിവ്യയുടെ ഭർത്താവിനുൾപ്പെടെ ഈ പമ്പിന്റെ ബിനാമി ആയിരുന്നു എന്നുള്ള തരത്തിലൊക്കെ കൂടുതൽ വാർത്തകൾ പുറത്ത് വന്നിട്ടുള്ളതാണ്. അപ്പൊ പി ദിവ്യയെ സംരക്ഷിച്ചു പിടിക്കുന്നവര് പി ദിവ്യയോടുള്ള ഒരുപാട് സ്നേഹം കൊണ്ടാണെന്ന് കരുതുന്നില്ല.
പി ദിവ്യ അകത്ത് പോയി കഴിഞ്ഞാൽ ഈ പുറകെ പലരും, പി ശശി ഉൾപ്പെടുന്ന പലരും ഇങ്ങോട്ട് വരും എന്നുള്ള പേടി കൊണ്ട് തന്നെയാണ് പി ദിവ്യ സംരക്ഷിക്കപ്പെട്ട് നിൽക്കുന്നത് ഇപ്പോഴും. CBI അന്വേഷണം വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് ആദ്യം പറഞ്ഞതുപോലെ ഇത് വെറും ഒരു ആത്മഹത്യയാണ് എന്ന് വിശ്വസിക്കാൻ പറ്റാത്തതും അവിടെയാണ്. എന്നുവെച്ചാൽ ഒരു നമ്മൾ സത്യസന്ധനായ ഒരാൾക്കെതിരെ നമ്മൾ ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു ഇത് വരുമ്പോൾ, ഒരു ആരോപണം വരുമ്പോൾ നമ്മൾക്ക് ആ ജനങ്ങളുടെ മുന്നിൽ കള്ളനായിട്ട് നിൽക്കുന്ന ആ ഒരു പ്രതീതി മാറ്റിയെടുക്കണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കാൻ അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. ഇപ്പോൾ ഈ തെളിവുകളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും പ്രശാന്തിന് അതിന്റെ NOC കൊടുക്കാൻ പറ്റില്ല. അത്രയും നിയമവിരുദ്ധമായിട്ടാണ് ആ പമ്പിന്റെ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ അയാൾ ഒപ്പിച്ചെടുത്തിരിക്കുന്നത്. ഒരു വളവിലാണത്, പിന്നെ ഇറക്കം, അത്തരം കുറേ ഒബ്ജക്ഷൻസ് വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ. അപ്പൊ NOC കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് തെറ്റില്ല എന്നുള്ളത് അദ്ദേഹത്തിന് തെളിയിക്കാൻ വേണ്ടിയിട്ട്, നവീൻ ബാബുവിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വഴികളുണ്ട് അവിടെ. പക്ഷെ അതിനൊന്നും ശ്രമിക്കാണ്ട് നേരെ പോയിട്ട് തൂങ്ങി മരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ചെയ്യുന്ന അത്രയും ഒരു മനസ്സിന് ഉറപ്പില്ലാത്ത ആളാണ് അദ്ദേഹം എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഒരു സർവീസ് ജേർണി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ADM എന്ന് പറയുന്ന പൊസിഷനിലേക്ക് വന്നത് അദ്ദേഹം ഒരുപാട് കടമ്പകൾ താണ്ടിയിട്ടാണ്. അപ്പൊ അത്തരത്തിൽ മനസ്സിന് ഉറപ്പില്ലാത്ത ഒരാള് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിട്ട് ഇരിക്കും, ഈ ഒരു പദവികളൊക്കെ നേടി ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് ഇരിക്കും എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ മനുഷ്യന്റെ കാര്യമാണ്, ചില സമയങ്ങളിൽ മനസ്സ് കൈവിട്ട് പോയേക്കാം. പക്ഷെ അദ്ദേഹത്തിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ ഇത്രയും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിട്ടും അതൊന്നും തെളിയിക്കാതെ അദ്ദേഹം കയറി ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഭയങ്കര പാടാണത്. മാത്രമല്ല, കുടുംബം ഏകദേശം 15ഓളം കാര്യങ്ങൾ അന്വേഷിക്കണം. ആ കാര്യങ്ങളൊന്നും തൊടാതെയാണ് നിലവിൽ പോലീസ് ഈ കാര്യം അന്വേഷിച്ചിട്ടുള്ളത് എന്നുള്ളതും, പിന്നെ അതല്ല പോലീസിൽ ചില ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടു നിൽക്കുന്നുണ്ട് എന്നുള്ളത്, അതുകൊണ്ട് പോലീസിൽ വിശ്വാസമില്ല എന്നുള്ള തരത്തിലേക്കാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അതെ, ഉറപ്പായിട്ടും. ആ ഒരു സമയത്താണെങ്കിലും ഈ വീട്ടുകാർ കണ്ണൂരേക്ക് ചെല്ലുന്ന ആ ഒരു ജേണി മുതൽ നോക്കിക്കഴിഞ്ഞാൽ മരിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞ് വീട്ടുകാർ പുറപ്പെടുന്ന സമയം അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത്, അങ്ങനെ പോലീസ് കാണിച്ച കുറച്ച് തിടുക്കങ്ങളും കൂടിയുണ്ട് അവിടെ. എത്രയും പെട്ടെന്ന് ദഹിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ച പോലീസിന്റെ ഒരു വ്യഗ്രതയുണ്ട്. അങ്ങനെ ഈ കേസിന്റെ A to Z എടുത്തു കഴിഞ്ഞാൽ മൊത്തം ഈ പാളിപ്പോയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആത്മഹത്യയാണോ എന്നുള്ളത് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കാണിച്ചിരിക്കുന്ന ഈ 15ഓളം കാര്യങ്ങളുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വ്യക്തമായ ഒരു ഉത്തരം കൊടുക്കാനെങ്കിലും അന്വേഷണ കമ്മീഷൻ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ CBI എന്ന് പറയുന്ന ഒരു ആവശ്യം ചിലപ്പോൾ ഇവർ ഉയർത്തില്ലായിരുന്നു. ഈ 15 ചോദ്യങ്ങളും തട്ടി എറിഞ്ഞിട്ട് ആ കേസ് ഫയൽ ക്ലോസ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇത്രയും സംശയം വീണ്ടും കൂടുന്നത്. ഉറപ്പായിട്ടും CBI വരുന്നതിന് എന്തിനാണ് ഇവർ ഇത്രയും പേടിക്കുന്നതെന്ന് അറിയില്ല. നിസ്സാര കാര്യങ്ങൾക്ക് സോളാർ കേസിൽ വിവാദ നായികയ്ക്ക് വേണ്ടിയിട്ട് CBIനെ 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുവരാൻ പറ്റിയ പിണറായി വിജയന്റെ ആഭ്യന്തരം കൈയാളിയിരുന്ന ആളുകൾക്ക് ഇപ്പോൾ നവീൻ ബാബുവിന്റെ, അതും ഇടത് സഹയാത്രികരായിട്ടുള്ള അവർ കൊടുത്തൊരു അപേക്ഷ തള്ളിക്കളഞ്ഞു എന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടും റീസൺ ഉണ്ടാവും. CBI വരട്ടെ, അന്വേഷണം നടക്കട്ടെ. അങ്ങനെ അന്വേഷണം നടക്കുകയാണെങ്കിൽ പി ശശി ഉൾപ്പെടെയുള്ള പലരും ഇതിൽ അന്വേഷണ വിധേയമായിട്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.